ഒരു ഗ്രാമം, ഒരു അടഞ്ഞ തുരങ്കം, അതിനുള്ളിൽ പതിറ്റാണ്ടുകളായി ഉറങ്ങിക്കിടക്കുന്നൊരു ശാപം. ആ ശാപത്തെ അബദ്ധത്തിൽ ഉണർത്തിയപ്പോൾ സംഭവിച്ചത് മനുഷ്യരാശിക്ക് അതീതമായ ഭീകര സംഭവങ്ങളാണ്. സത്യമാണോ അതോ വെറും അന്ധവിശ്വാസമോ? ഈ രഹസ്യത്തിന് പിന്നാലെയുള്ള മുഴുവൻ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാതെ വിട്ടുപോകരുത്. ഈ സീരീസിന്റെ തുടക്കത്തിൽ നിൽജ എന്ന ഗ്രാമമാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തിലെ അമ്പലത്തിൽ എന്തോ ഒരു ചടങ്ങ് നടക്കുകയാണ്. അവിടുത്തെ അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്ക് എന്തോ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. വേതാളത്തെയാണ് അവർ പൂജിക്കുന്നത്. പക്ഷേ തൊപ്പി വെച്ച വേതാളമോ വല്ലാതെ സ്ട്രേഞ്ച് ആയിട്ടുണ്ടല്ലേ. ഈ സീരീസിന്റെ മുന്നേയുള്ള ഭാഗങ്ങളിൽ നമുക്കിത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിൽജ മോഡേൺ ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും അവിടുത്തെ ഗ്രാമവാസികൾ ഇപ്പോഴും പ്രാചീനമായിട്ടാണ് ജീവിക്കുന്നത്. ആ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു ചുവന്ന സാരി എടുത്ത മൗസി എന്ന് എല്ലാവരും വിളിക്കുന്ന ഒരു സ്ത്രീ കടന്നു വരുന്നുണ്ട്. ഗ്രാമവാസികളെല്ലാം ആ ചടങ്ങിന് അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. പൂജാരി മൗസിയുടെ കാലിൽ തൊട്ട് വണങ്ങിയ ശേഷം ആടിനെ ബലിതലിങ്ങിയ രക്തം മൗസിക്കും വേതാളത്തിന്റെ പ്രതിഷ്ഠയ്ക്കും ഓഫറിംഗ് ചെയ്യുന്നുണ്ട്. മൗസിക്ക് വേതാള പ്രതിമയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. പൂജ നടക്കുന്നതിനിടയിൽ മൗസി വേതാള പ്രതിമയെ തൊടുമ്പോൾ അവർക്ക് എന്തോ ഒരു ദീർഘദൃഷ്ടി ഉണ്ടാവുകയാണ്. ആ ഗ്രാമത്തിൽ എന്തൊക്കെയോ അസാധാരണ സംഭവങ്ങൾ നടക്കാൻ പോകുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. മൗസിയെ വേതാളം പൊസസ് ചെയ്ത പോലെ അവർ പെരുമാറാൻ തുടങ്ങി. അവർ പൂജാരിയെ ആക്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ചേർന്ന് വേതാള വിഗ്രഹത്തിന്റെ മുഖം മറയ്ക്കുന്നതോടെ അവർ ശാന്തയാകുന്നുണ്ട്. പക്ഷേ അപ്പോഴും മൗസി ആ ടണൽ തുറക്കാൻ അവരെ അനുവദിക്കരുതെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. സൂര്യ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നിൽജ ഗ്രാമത്തിൽ നടക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിൽ വികസനം കൊണ്ടുവരുന്നതിന് ഒരു ഹൈവേ നിർമ്മിക്കുകയാണ് അവിടെ. ആ ഹൈവേ നിൽജ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ബേതാൾ മൗണ്ടൈനിലൂടെ ഡെവലപ്മെന്റ് ഏരിയകളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒന്നാണ്. ബേതാൾ മൗണ്ടൈനിൽ ഒരു തുരങ്കമുണ്ട്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ്. 1957 ലഹളയ്ക്ക് ശേഷമാണ് ആ തുരങ്കം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അന്ന് നടന്ന ലഹളയിൽ ആ തുരങ്കത്തിൽ ലഫ്റ്റനന്റ് കേണൽ ജോൺ ലെൻഡോക്കും അയാളുടെ ആർമിയും മരിച്ച ശേഷമാണ് ആ തുരങ്കം അടച്ചത്. ആ തുരങ്കത്തിലൂടെയാണ് അവർ ഹൈവേ നിർമ്മിക്കുന്നത്. അതിനുവേണ്ടി ആ തുരങ്കം തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സൂര്യ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓണർ അജിത് മുതൽവനും കൂട്ടരും. അജിത്തിന്റെ കൂടെ അയാളുടെ ഭാര്യ ശകുന്തളയും മകൾ സാൻവിയും ജോലിക്കാരനായ ബൊന്നുവും അവിടെയുണ്ട്. സാൻവി ആ തുരങ്കത്തിന് പുറത്ത് കേണൽ ലേൻ ഡയോക്കിനും ആർമിക്കും വേണ്ടി തയ്യാറാക്കിയ ഒരു മോണ്യുമെന്റ് ശ്രദ്ധിക്കുന്നുണ്ട്. സാൻവിക്ക് ബുന്നു തുരങ്കത്തിന് ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാം. തുരങ്കത്തിന്റെ പണി എങ്ങനെ നടക്കുന്നുണ്ടെന്ന് പരിശോധിക്കാൻ വേണ്ടി CMന്റെ അസിസ്റ്റന്റും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം CM വെള്ളിയാഴ്ച ഇവിടെ വരാനും ഈ ടണലിന്റെ ഇനാഗുറേഷൻ ചെയ്യാനുമുള്ള തീരുമാനത്തിലാണ്. മൺസൂൺ തുടങ്ങുന്നതിന് മുന്നേ ഈ തുരങ്കം തുറന്നില്ലെങ്കിൽ ഹൈവേയുടെ പണി കൂടുതൽ ഡിലേ ആകുമായിരുന്നു. അതുകൊണ്ട് CMന്റെ അസിസ്റ്റന്റ് അജിത്തിന് 24 മണിക്കൂർ സമയം മാത്രമാണ് തുരങ്കം തുറക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അതിനിടയിൽ നിൽജ ഗ്രാമവാസികൾ ഈ തുരങ്കം തുറക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. കാരണം ഈ തുരങ്കം ശാപം പിടിച്ചതെന്നാണ് അവർ കരുതുന്നത്. ഈ തുരങ്കത്തിൽ ഒരു പ്രേതം അലഞ്ഞു തിരിഞ്ഞു നടപ്പുണ്ടെന്നും അവർ കരുതുന്നുണ്ട്. ക്ഷോഭം നടത്തുന്ന ഗ്രാമവാസികളെ നക്സൽ എന്ന് പറഞ്ഞ് വഴിയിൽ നിന്ന് മാറ്റാനാണ് അജിത്തിന്റെ പ്ലാൻ. അതിനുവേണ്ടി അജിത് CIPD ബാസ്കോഡിലെ കമാൻഡർ ത്യാഗിയെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. നക്സൽസിനെതിരെ പോരാടി അൺഡെവലപ്ഡ് ഏരിയാസിനെയൊക്കെ സിവിലൈസേഷനിലേക്ക് കൊണ്ടുവരാൻ പ്രവർത്തിക്കുന്ന ഒരു ഫോഴ്സ് ആണ് ബാസ്കോഡ്. ബാസ്കോഡിൽ കമാൻഡർ ത്യാഗിയെ കൂടാതെ ഫസ്റ്റ് ഇൻ കമാൻഡ് വിക്രം സരോഹി, സെക്കൻഡ് ഇൻ കമാൻഡ് DC ആലുവാലിയ, അസദ് അക്ബർ, ബാസ്കോഡിൽ പുതുതായി ചേർന്ന അക്ബറിന്റെ കസിൻ നാദിർ ഹക്ക് എന്നിവരൊക്കെയുണ്ട്. ബാസ്കോഡിലുള്ള ബാക്കിയുള്ളവരെ നമുക്ക് കഥ മുന്നിലേക്ക് പോകുമ്പോൾ പരിചയപ്പെടാം. ബാസ്കോഡ് ഇതിനു മുൻപ് ഓപ്പറേഷൻ സമീർ നിവാസ് ആയിരുന്നു ചെയ്തത്. അന്ന് നടന്ന എന്തോ ഒരു സംഭവം വിക്രമിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അവന്റെ സ്വപ്നത്തിൽ എപ്പോഴും ഒരു ചെറിയ പെൺകുട്ടി വരുന്നുണ്ട്. വിക്രമിന്റെ റോൾ മോഡലാണ് കമാൻഡർ ത്യാഗി. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ വിക്രം ശിരസ വഹിക്കാറുണ്ട്. കമാൻഡർ ത്യാഗി വിക്രമിനെ വിളിച്ച് നിൽജ ഗ്രാമത്തിലെ കാട്ടിൽ കുറെ നെക്സൽസ് ഉണ്ടെന്നും അവർ നിൽജ ഗ്രാമം വികസിക്കുന്നത് തടയാൻ വേണ്ടി തുരങ്കം തുറക്കുന്നതിനെതിരാണെന്നും പറയുന്നു. ബാസ്കോഡിന്റെ അടുത്ത അസൈൻമെന്റ് നെക്സൽസിനെ എല്ലാം തുരത്തി ആ ഹൈവേയുടെ നിർമ്മാണത്തിന് സഹായിക്കുകയാണെന്ന് അവർ പറഞ്ഞു. അവർ അജിത്തിനെയും വിക്രമിനെയും പരസ്പരം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ മിഷൻ കൂടി കഴിഞ്ഞാൽ തന്റെ സ്ഥാനത്ത് വിക്രമാണ് ഉണ്ടാകുക എന്ന് കമാൻഡർ ത്യാഗി അജിത്തിന്റെ അടുത്ത് വിക്രമിന്റെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട്. വിക്രം തന്റെ ബാസ്കോഡ് അജിത്തിന്റെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുമെന്ന് ഉറപ്പു പറയുന്നുണ്ട്. ബാസ്കോഡ് ഫുൾ ബറ്റാലിയൻ ആയിട്ട് നിൽജ ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. അവരെ കണ്ട് ഗ്രാമവാസികളെല്ലാം പുറത്തേക്ക് ഇറങ്ങി നോക്കി നിൽക്കുന്നുണ്ട്. ഗ്രാമവാസികളുടെ കയ്യിലെല്ലാം ആയുധങ്ങളും കാണാം. വിക്രം ഗ്രാമം വിട്ട് ഗ്രാമവാസികളോട് വേറൊരു റീലൊക്കേഷൻ ക്യാമ്പിലേക്ക് മാറണമെന്ന് പറയുന്നു. അപ്പോൾ ഗ്രാമവാസികൾ ബാസ്കോഡിനെതിരെ കല്ലെറിയാൻ തുടങ്ങുന്നുണ്ട്. വിക്രമും കൂട്ടരും ഗ്രാമവാസികളെല്ലാം അടിച്ചൊതുക്കി റീലൊക്കേഷൻ ക്യാമ്പിലേക്ക് അയക്കുന്നുണ്ട്. അതിനിടയിൽ പുനിയും അവളുടെ അച്ഛനും ആ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മൗസി താമസിക്കുന്ന ഒരു പഴയ ബ്രിട്ടീഷുകാരുടെ ബാരക്കിലെത്തുന്നു. ആളുകൾ വന്ന് തങ്ങളുടെ ഗ്രാമത്തെ തകർത്ത് തുരങ്കം തുറക്കുന്നുണ്ടെന്ന് പറയാനാണ് അവർ അവിടെ എത്തിയത്. ഗ്രാമവാസികളെല്ലാം ഗ്രാമത്തിൽ നിന്ന് റീലൊക്കേഷൻ ക്യാമ്പിലേക്ക് പറഞ്ഞയച്ച ശേഷം ഗ്രാമം മുഴുവൻ പൊളിച്ച് ബാസ്കോഡ് ടണലുള്ള വേതാൾ മൗണ്ടനിലേക്ക് പോവുകയാണ്. കമാൻഡർ ത്യാഗിയുടെയും അജിത്തിന്റെയും
സംസാരത്തിൽ നിന്ന് ത്യാഗി അജിത്തിന്റെ കയ്യിൽ നിന്ന് ഭീമമായൊരു തുക കൈപ്പറ്റിയാണ് ഈ അസൈൻമെന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ഇതിനു മുന്നേയും ഇവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാസ്കോട്ട് ടണലിന്റെ അടുത്ത് എത്തിയപ്പോൾ പുനിയയും അവളുടെ അച്ഛനും മൗസിയും അടക്കം 10 പേർ ഹ്യൂമൻ ഷീൽഡായി അവിടെ നിൽക്കുകയാണ്. ഗ്രാമവാസികളുടെ കയ്യിൽ ആയുധങ്ങളും കാണാം. മൗസി ഈ ടണൽ തുറക്കാൻ സമ്മതിക്കില്ലെന്നും ഈ ടണൽ തുറന്നാൽ ഇതിനുള്ളിലുള്ള ശാപം കാരണം എല്ലാവരും മരിക്കുമെന്നും പറയുന്നു. ഗ്രാമവാസികൾ ആക്രമിക്കാതെ അവരെ വെടിവെക്കാൻ സാധിക്കില്ല എന്ന് ത്യാഗി അജിത്തിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആരും കാണാതെ അജിത്തും ബുന്നുവും ചേർന്ന് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കുന്നുണ്ട്. അത് സാൻവി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ എക്സ്പ്ലോഷൻ ഗ്രാമവാസികളാണ് ചെയ്തതെന്ന് വിചാരിച്ച് ബാസ്കോഡ് അവരെ വെടിവെച്ച് വീഴ്ത്തുന്നു. പുനിയയും അവളുടെ അച്ഛനും ഒഴികെ ആ വെടിവെപ്പിൽ ബാക്കിയുള്ള എല്ലാവരും മരണപ്പെടുന്നു, മൗസി ഉൾപ്പെടെ. പുനിയയും അവളുടെ അച്ഛനെയും ബാസ്കോഡ് ബന്ദിയാക്കുകയും ചെയ്യുന്നു. തുരങ്കം തുറക്കുന്നതിന് എതിരായവരെല്ലാം ഇല്ലാതായതോടുകൂടി അജിത്തിന്റെ വർക്കേഴ്സ് JCB കൊണ്ട് തുരങ്കം തുറന്ന് അകത്തേക്ക് പോവുകയാണ്. ബാസ്കോഡ് പുനിയയും അച്ഛനെയും എൻകൗണ്ടർ ചെയ്ത് അവിടെ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ തുരങ്കം തുറന്നാൽ ഇവിടെയുള്ള ആരും ജീവനോടെ പോകില്ല എന്ന് പുനിയ വിക്രമിനോട് പറയുന്നുണ്ട്. വിക്രമിനും ആരെങ്കിലും കൊല്ലാൻ പോകുമ്പോൾ ആ ചെറിയ പെൺകുട്ടിയെ ഓർമ്മ വരാറുണ്ട്. തുരങ്കം തുറന്ന് ഉള്ളിലേക്ക് പോയ വർക്കേഴ്സിന്റെ ഒന്നും സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ ഒരു വർക്കർ മാത്രം ആന്തരാവയവങ്ങൾ കയ്യിൽ പിടിച്ച് ചോരയിൽ കുളിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. അതുകണ്ട് സാൻവി ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. ഇത് കണ്ട് ത്യാഗി വിക്രമിനെയും കൂട്ടരെയും അങ്ങോട്ട് വിളിക്കുന്നു. ആ തുരങ്കത്തിനുള്ളിൽ ആരോ ഉണ്ടെന്നും അവരാണ് വർക്കേഴ്സിനെ ആക്രമിച്ചതെന്നും പറയുന്നു. യാദവിനോട് പുനിയെയും അച്ഛനെയും നോക്കാൻ പറഞ്ഞിട്ട് വിക്രമും ബാക്കിയുള്ളവരും ടണലിനടുത്തേക്ക് പോയി. ത്യാഗിയും കുറച്ച് സോൾജിയേഴ്സും കൂടെ ആ ടണലിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. പുറത്തുനിന്ന് ആലുവാലിയ നൈറ്റ് വിഷൻ ക്യാമറ വഴി അകത്തുപോയവരെ നിരീക്ഷിക്കുന്നുണ്ട്. ഉള്ളിലെല്ലാം ഭയങ്കര ഇരുട്ടാണ്. അവർ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ വർക്കേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്രിട്ടീഷുകാരുടെ ഫ്ലാഗുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. ആരോ അവരുടെ മുന്നിൽ തൊപ്പി വെച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഉള്ളിലുള്ളവരുടെ ക്യാമറ സിഗ്നൽ കട്ടായിരുന്നു. ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അല്പസമയത്തിനുള്ളിൽ പരിക്കേറ്റ ചന്ദ്രനും ത്രിപാഠിയും പുറത്തേക്ക് വന്ന് വീഴുന്നു. കമാൻഡർ ത്യാഗിയെ കാണാത്തത് കൊണ്ട് അവരെ രക്ഷിച്ചു കൊണ്ടുവരാൻ വിക്രം തുരങ്കത്തിനുള്ളിലേക്ക് പോകുമ്പോൾ അയാളുടെ കൂടെ ഹക്കും പോകുന്നുണ്ട്. അവർ രണ്ടുപേരും ഉള്ളിൽ പോയി നോക്കിയപ്പോൾ വോക്കി ടോക്കി വർക്കാകുന്നില്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. തുരങ്കത്തിന്റെ ഒരു സൈഡിൽ ത്യാഗി കിടക്കുന്നുണ്ട്. അവരുടെ കോലം വല്ലാതെ മാറിയിരിക്കുന്നു. തലയും പുരികവും എല്ലാം നരച്ചിരുന്നു. ത്യാഗി ഒന്നും സംസാരിക്കുന്നതുമില്ലായിരുന്നു. അവർ കണ്ണുകൊണ്ട് മുകളിലേക്ക് വിക്രമിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. വിക്രം മുകളിലേക്ക് ടോർച്ച് അടിച്ചു നോക്കിയപ്പോൾ സോംബി സോൾജിയേഴ്സ് അവിടെ നിന്ന് താഴേക്ക് ചാടി വരുന്നു. ത്യാഗി എടുത്തുകൊണ്ട് ഹക്കും വിക്രമും അവിടെ നിന്ന് പുറത്തേക്ക് ഓടുകയാണ്. അപ്പോഴേക്കും ഹക്കിന്റെ മുകളിലേക്ക് ഒരു സോംബി സോൾജിയർ ചാടി വീണ് ആക്രമിക്കുന്നുണ്ട്. സോംബി അവന്റെ കാല് കടിച്ചു പറിച്ചു. വിക്രം ഹക്കിനെ സോംബിയുടെ അടുത്ത് നിന്ന് രക്ഷിച്ച് ത്യാഗിയും ഹക്കിനെയും പുറത്തെത്തിക്കുകയാണ്. പുറത്തെത്തിയ വിക്രം എല്ലാവരോടും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നുണ്ട്. പരിക്കേറ്റവരെയും എടുത്തുകൊണ്ട് എല്ലാവരും ഓടിപ്പോകുമ്പോൾ ആ തുരങ്കത്തിലെ സോംബികൾ അവർക്ക് നേരെ വെടിവെക്കുന്നുണ്ട്. യാദവിന്റെ അടുത്തുനിന്ന് പുനിയയും അച്ഛനും രക്ഷപ്പെട്ടിരുന്നു. തുരങ്കത്തിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടവരെ പിന്തുടർന്ന് സോംബി സോൾജിയേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടി കാട്ടിലെ ആർമി ബാരക്കിലേക്ക് പോകാമെന്ന് വിക്രം പറയുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം വിക്രമാണെന്ന് പറഞ്ഞ് അക്ബർ അവനെ കുറ്റപ്പെടുത്തുകയാണ്. എന്നിട്ട് അവർ കാട്ടിലൂടെ ആ ആർമി ബാരക്കിന്റെ അടുത്തെത്തുന്നു. പുനിയും ഹസ്ബൻഡും ആദ്യമേ ആ ബാരക്കിനുള്ളിൽ കയറി വാതിലടച്ചിരുന്നു. വിക്രമും കൂട്ടരും ബാരക്കിന്റെ വാതിൽ തുറന്നു തരാൻ പുനിയുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും പരിക്കേറ്റവരെ ബാരക്കിന്റെ അകത്ത് കയറ്റുന്നത് അപകടമാണെന്ന് അവൾ പറയുന്നു. അവൾ വാതിൽ തുറക്കാൻ തയ്യാറാകുന്നില്ലായിരുന്നു. സോംബി സോൾജിയേഴ്സ് ആ ബാരക്കിന്റെ അടുത്തേക്ക് നടന്നെടുത്തിരുന്നു. അവർ ഗണ്ണെടുത്ത് വിക്രമിനും കൂട്ടർക്കുമെതിരെ നിറയൊഴിക്കുകയാണ്. ഇതോടുകൂടി ഫസ്റ്റ് എപ്പിസോഡ് ബാരക്ക് അവസാനിക്കുന്നുണ്ട്. ഈ എപ്പിസോഡിൽ ബേതാൾ എന്ന സീരീസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. മെയിനായിട്ട് ഈ എപ്പിസോഡിൽ ബാക്ക് സ്റ്റോറികളും ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തലുമാണ് നടന്നിട്ടുള്ളത്. അടുത്ത എപ്പിസോഡ് മുതൽ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് സംഭവ വികാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സോംബി സീരീസുകളിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സോംബി സീരീസ് ആണ് ബേതാൾ. അതുകൊണ്ട് തന്നെ ബേതാൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മസ്റ്റ് വാച്ച് സോംബി സീരീസ് ആണ്. ബേതാളിന്റെ അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.